ഇത്രേ ഉള്ളൂ സംഗതി. ഞാൻ നോബി ചേട്ടനെ വിളിക്കാണ് കേട്ടോ. നോബി ചേട്ടാ, എന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട്, ആ അത് ഞാൻ കൊടുക്കാം. നോക്കട്ടെ, നമുക്ക് ഏതാണ് നോക്കാനോ. അല്ല വേണ്ടല്ലോ നിനക്ക്, ഇത് നിനക്ക് വേണ്ടല്ല. വേണോ വേണ്ടേ? എന്നാ പിന്നെ ഇത് തരൂല. ഇത് വേണോ? ഒട്ടും വേണ്ട. വേണ്ടേ? എന്നാ പിന്നെ ലക്ഷ്മി, നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഇതല്ല, 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 ഇത് അല്ല, ഇത് മതി. എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും ഫ്രണ്ട് ഇതാ ഇത് മതി. ഉറപ്പിച്ചാ? അവിടെ ഇപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ ആരളവാണ് ഞാൻ എടുക്കേണ്ടത്? അല്ലല്ല, കാര്യം എന്താന്ന് പറയട്ടെ. അതായത് നോബി ചേട്ടൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അളവെടുക്കലാണ്. ആർക്ക് കളവെടുക്കാൻ ഇഷ്ടമാണ്? അളവ് അങ്ങനെയൊന്നുമില്ല. എന്റെ ഈ ഒളിഞ്ഞു നോക്കണേ കാര്യം അളവെടുക്കാൻ എളുപ്പമാണ്. എളുപ്പമാണ്. ആരടിയല്ലോ ഒരു ചാണിങ്ങനെ ശരി, അപ്പം തങ്കൂന് ആരെയാണോ ഇഷ്ടമുള്ളത് അവരെ അളവെടുത്തോട്ടെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് അളവെടുക്കാനുള്ള ആ ഒരു ഉപകരണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അളവെടുത്തോ? വിളവെടുക്കരുത്. ഓക്കെ, പൊതുവെ നമ്മൾ എങ്ങനെ അളവെടുക്കുക? പല രീതിയിലും. ഇപ്പൊ ഷർട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ അവര് ഇതിന്റെ ഷോൾഡർ ടു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അല്ലേ? അതെ, ടേപ്പ്. ശരി, അപ്പൊ ഇന്ന് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇതാവുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടാണ് ഇത്. എടുത്തോളൂ. ഭയങ്കര അമ്മച്ചി, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നല്ലേ പറഞ്ഞേ? ഒരാഴ്ച എടുക്കും. തീപ്പെട്ടിക്കൊള്ളി എല്ലാവർക്കും കൊടുക്കൂ. എല്ലാരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നേ. ആ ബീഡി കയ്യിലുണ്ടല്ലോ, തീപ്പെട്ടിക്കൊള്ളി കൊടുക്കണം. ഇനി എന്തിന്റെ അളവാണ് എടുക്കണ്ടേന്നും കൂടെ ഉള്ളത് പറഞ്ഞുതരാം. ഇതിന്റെ അളവെന്ന് പറയുമ്പോ മൂക്കിന്റെ. തങ്കുന്റെ പ്രതീക്ഷകൾ മുഴുവൻ സങ്കല്പ സൗധങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് 12K തരാന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ചാനലിനേക്കാൾ ഞങ്ങൾ അഹങ്കാരത്തോടെ പറയും ഞങ്ങളുടെ ഫ്ലോർ ആണ് വലുതെന്ന്. പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കളയാ. മൊത്തം ഈ ഫ്ലോർ മൊത്തം അറ്റത്തുനിന്ന്. ചേട്ടാ, എവിടെ തുടങ്ങണം? നമുക്ക് വീട്ടിൽ പോയി ഉണ്ടിട്ട് വരാം. അളവെടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു മുഖത്തൊരു പ്രസാദം. എത്ര ക്യാരക്ടറിന്റെ ബ്രാക്ക് കൂടെ കിടപ്പുണ്ടെന്ന്. ശരി, അപ്പൊ ഫ്ലോറ് വലുതാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഇവര് ജോലി എടുക്കാന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ശീലമില്ല. അത് കാരണം ഫ്ലോർ നമ്മൾ ഒന്നും കൂടെ അളവെടുക്കണം എന്ന് ചുരുക്കി തരികയാണ്. ഇവിടം മുതൽ തവിടം വരെ. ലക്ഷ്മി, അളവെടുക്കാൻ പറഞ്ഞപ്പോ തങ്കച്ച ഇവിടെ ഐശ്വര്യയുടെ പറഞ്ഞു നിനക്ക് ഹാഫ് കൈയാണ് ചേർന്നത്. 1 2 3 സ്റ്റാർട്ട്. എല്ലാരും ഒരേ കറക്റ്റ് ആയിട്ട് ഒരുപോലെ. അളവ് കേറ്റി അളക്കാൻ പാടില്ല. അതെ, നമ്മുടെ ആ ടീം കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞ് ഇനി ചാട്ടയുണ്ട്. ഈ തങ്കച്ചനൊരു അളവ് കൊടുക്കണം. 60 വയസ്സായി കുട്ടിന്റെ ചർച്ചയ്ക്ക് പ്രശ്നമുണ്ട്. 10 വരുമ്പോ അവിടെ മാർക്ക് ഇടണം. കാര്യം പിന്നീട് തെറ്റ് നിനക്ക്. അയ്യോ, തെറ്റി. ആ തെറ്റി വന്നു. ആദ്യം പോലെ തെറ്റി, ആദ്യം പോലെ. തങ്കച്ച കമ്മലിന്റെ ആണി നോക്കും പോലെ. എത്ര ജസീല? 55. ഓക്കെ, എടുക്കോളൂ. കണ്ടിന്യൂ. അവിടെ വരെ 40 വേണം. ഇവിടെ എത്തും 53 ആയില്ലേ? അതാണ് 124. അതെങ്ങനെയാ? ഇവിടെ 55. അത്ര ഒന്നും അറിയില്ല. 68 വയസ്സല്ല ചോദിച്ചത്. കറക്റ്റ്. ഹലോ, ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? നമുക്ക് റിവ്യൂ ഒക്കെ എടുക്കാം. അവരവരുടെ കാര്യം ചെയ്യട്ടെ. അവസാനത്തെ ഈ അളവ് ഒരുപാട് പ്രതീക്ഷകൾ തങ്കച്ചിന് കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ ഈ അളവെടുക്കുന്നതെന്ന് പറയുന്നത് സിനിമയിൽ തന്നെ നല്ല കോമഡി വിഷയമാണ്. ഇപ്പം ഭാസി സാറും ബഹദൂർക്കയൊക്കെ ഈ പറയുന്ന പോലെ അവരുടെ പേരിന് അളവെടുക്കുന്നത് നല്ല കോമഡി കാഴ്ചകളാക്കി മാറ്റിയിട്ട് അളവെടുക്കുമ്പോൾ അവരുടെ നായികമാര് നാണിക്കുന്നതും അദ്ദേഹത്തെ സ്പർശിക്കാൻ ഒരു അവസരം കിട്ടുന്നത് വിനിയോഗിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സീനാണ് സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചത്. ആഗ്രഹത്തിനപ്പുറം അതാണ് വിചാരിച്ചത്. മെഷർമെന്റ് എന്നുള്ള രീതിയിൽ അളവെടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അളവെന്ന് പറയുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ പഞ്ചുണ്ട് ഇതില്. ഫിസിക്കലി ഒരു ശിക്ഷയും കൂടെയാണ്. കാരണം തങ്കച്ചനൊക്കെ കിടന്നാണ് അളവെടുക്കുന്നത്.